ഇന്ന് നമ്മളൊക്കെ സുബഹി നിസ്കരിച്ചപ്പോൾ ആ സുബഹി നിസ്കാരം എങ്ങനെയാണ് A to Z പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അത് പരിശുദ്ധ ഹദീസിലും നമുക്ക് കണ്ടെത്താൻ കഴിയൂല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മദ്ഹബ് ക്രോഡീകരിച്ച് നമുക്ക് കൃത്യമായൊരു വഴി പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അതുപോലെ നിസ്കരിക്കുന്നത്. അതിൻ്റെ എല്ലാ മസ്അലകളും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞു തന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് സുബഹി നിസ്കരിച്ചപ്പോൾ അതിൻ്റെ ഒരു കൂലി ഷാഫി ഇമാമിൻ്റെ ഖബറിലെത്തിയിട്ടുണ്ട്. ലോകത്ത് 50 കോടി ജനങ്ങൾ ഇന്ന് ഫോളോ ചെയ്യുന്ന ഒരു നേതാവാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അങ്ങനെ മറ്റൊരു നേതാവ് ആർക്കാണുള്ളത്? 50 കോടി ജനങ്ങൾ ഒരു മനുഷ്യൻ പറഞ്ഞതുപോലെ ചെയ്യുന്നു, ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും അങ്ങനെ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു വലിയ വിധാനത്തിലേക്ക് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഉയർന്നു വരാനുള്ള കാരണം എന്തായിരുന്നു? ഷാഫി ഇമാമിൻ്റെ ഉപ്പ 2ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. ആ ഉമ്മ അസ്കലാൻ എന്ന് പറയുന്ന ഗസ, നമ്മൾ പറയുന്ന ഗസ, ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഗസയിലാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിച്ചത്. 2 വർഷം കൊണ്ട് വാപ്പ മരിച്ചു പോയപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ വിചാരിക്കുകയാണ്, ഇവിടെ ഇഷ്ടം പോലെ വാപ്പയുടെ കുടുംബങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ തന്നെ ജീവിച്ചാൽ എൻ്റെ മകനെ നോക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഞാൻ ഇവിടെ തന്നെ ജീവിക്കാം എന്ന് ഷാഫി ഇമാമിൻ്റെ ഉമ്മാക്ക് തീരുമാനിക്കാമായിരുന്നു. പക്ഷേ ഷാഫി ഇമാമിൻ്റെ ഉമ്മ അതല്ല തീരുമാനിച്ചത്. ഉമ്മ മനസ്സുകൊണ്ടൊരു തീരുമാനമെടുത്തു, എൻ്റെ മകൻ ഗസയിൽ ജീവിച്ചാൽ, ഗസയിൽ പണ്ഡിതന്മാർ കുറവാണ്, എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, മകനെ നോക്കാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും, എങ്കിലും ലോകത്ത് അന്ന് ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാരുള്ള സിറ്റി ഏതാണ്, അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ 2ാമത്തെ വയസ്സിൽ മകനെയും കൂട്ടി മക്കയിലെത്തുകയാണ്. മക്കയിലെത്തിയത് എന്തിനാ? മകന് വിജ്ഞാനം പഠിപ്പിക്കാൻ വേണ്ടി. ഒരാളുമില്ല, നോക്കാൻ ആരില്ല, ഒന്നുമില്ല, വീടുമില്ല, ഒരു സ്ഥലവുമില്ല, ഒന്നുമില്ല. ചില മുതലാളിമാരുടെ വീടുകളിൽ അടുക്കളയിൽ ഭക്ഷണത്തളികകളൊക്കെ കഴുകി കൊടുത്ത് ഷാഫി ഇമാമിൻ്റെ ഉമ്മ ഷാഫി ഇമാമിനെ വളർത്തി. 5ാം വയസ്സിൽ ദർസിൽ പറഞ്ഞയച്ചു. 7ാം വയസ്സായപ്പോഴേക്കും ഖുർആൻ പഠിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ഇൽമൊക്കെ പഠിച്ചപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ ഉമ്മ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ്, എൻ്റെ മകൻ ഇനി മക്കത്ത് നിന്നാൽ അവൻ പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു, ഇനി ഇവിടെ നിൽക്കാൻ പറ്റൂല, ഇനി വേറെ എവിടെയെങ്കിലും പോയി പഠിക്കണം. എനിക്ക് ഏക മകനാണുള്ളത്, ആ മകനെ ഞാൻ എങ്ങനെയാണ് പറഞ്ഞയക്കുക എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഇന്നത്തെ ഇമാം ഷാഫിയെ നമ്മൾ കേൾക്കില്ലായിരുന്നു. ആ മകന് 7ാം വയസ്സ് കഴിഞ്ഞപ്പോൾ ഖുർആൻ മനഃപ്പാഠമാക്കിയപ്പോൾ 14 വർഷത്തേക്ക് മദീനയിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഇന്ന് മക്ക മദീന എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ അടുത്തുള്ള സ്ഥലം നമുക്ക് തോന്നും, 500 കിലോമീറ്റർ അപ്പുറത്തേക്ക്. അന്ന് അങ്ങോട്ട് എത്തണമെങ്കിൽ തന്നെ ഏകദേശം 10 ദിവസം യാത്ര ചെയ്യണം. 10 ദിവസം യാത്ര ചെയ്യേണ്ട ഒരു വഴിദൂരത്തേക്ക് പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ പറഞ്ഞയച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ സദസ്സിൽ വെച്ച് ഞാൻ ഇമാം ഷാഫി എന്നൊരിക്കലും പറയില്ലായിരുന്നു. അവിടെയും കഴിയുന്നില്ല. തിരിച്ച് 15 വർഷത്തെ പഠനം കഴിഞ്ഞ് 16 വർഷത്തെ പഠനം കഴിഞ്ഞ് വന്നപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, എൻ്റെ ഉമ്മ എത്ര കഷ്ടപ്പെട്ടാ വളർന്നത്, ജീവിതത്തിൽ ഒരിറ്റ് പോലും ഞാൻ തിരിച്ചു നൽകാൻ കഴിഞ്ഞിട്ടില്ല. ചെറുപ്പത്തിലെ ഭർത്താവ് നഷ്ടപ്പെട്ട എൻ്റെ ഉമ്മ, അതുകൊണ്ട് ഒരല്പം ജോലിയൊക്കെ ചെയ്ത് ഉമ്മാനെ പോറ്റണം എന്നുള്ളൊരു അതിയായ ആഗ്രഹത്തിലാണ് ഷാഫി ഇമാം മക്കത്തെത്തുന്നത്. പക്ഷെ ആ ഉമ്മ പറയുന്നത് എന്താ? മോനെ, പഠനം നിർത്താനായിട്ടില്ല, ഇനി അടുത്ത സ്റ്റേഷനിലേക്ക് പോകണം, ML പോകണം. അങ്ങനെ ഷാഫി ഇമാം 3 വർഷത്തേക്ക് ML പോവുകയാണ്, വീണ്ടും പഠിക്കാൻ. ഈ ML പോയിട്ട് പിന്നെ ഷാഫി ഇമാം ബഗ്ദാദിലേക്ക് വന്നു. അപ്പോഴേക്കും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ലോകത്തെ വലിയ പണ്ഡിതനായിട്ടുണ്ട്, അത്രയും പഠിച്ചു പോയിട്ടുണ്ട്. ബഗ്ദാദിൽ നിന്ന് മക്കയിലേക്ക് ഉമ്മയെ കാണാൻ വന്നപ്പോൾ ഷാഫി ഇമാമിൻ്റെ കയ്യിൽ ഒരുപാട് സ്വർണ്ണ നാണയം അവിടുത്തെ രാജാവ് കൊടുത്തയച്ചു, ഷാഫി ഇമാമിനോടുള്ള സന്തോഷം കൊണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വളരെ വലിയ സന്തോഷത്തിലാണ് കാര്യം വരുന്നത്. ജീവിതത്തിൽ എൻ്റെ ഉമ്മയെ ഒരിക്കലെങ്കിലും സന്തോഷിപ്പിക്കാനുള്ളൊരു അവസരം ഇതാ എനിക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ള വളരെ വലിയൊരു സന്തോഷത്തോടു കൂടി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് വന്നു. മക്കയുടെ അതിർത്തിയിലെത്തിയപ്പോൾ മക്കക്കാർ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കാൻ തയ്യാറായി. കാരണം ഷാഫി ഇമാം അപ്പോഴൊക്കെ മക്കയിലൊക്കെ വളരെ പ്രസിദ്ധനായിട്ടുണ്ട്. അങ്ങനെ മക്കയുടെ പടിവാതിലിൽ എത്തിയിട്ടുണ്ട് എൻ്റെ മകൻ എന്നറിഞ്ഞപ്പോൾ ഉമ്മ ഒരു പയ്യനെ പറഞ്ഞയക്കുകയാണ് ഷാഫി ഇമാമിനോട് ചോദിക്കാൻ, നീ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നറിയാൻ. നിന്റെ കയ്യിൽ വല്ലതുണ്ടോ? പഴയതുപോലല്ല, നീ വലിയ ആളായിട്ടുണ്ട്, നീ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഉമ്മ പറഞ്ഞയക്കുന്നത്. സ്വാഭാവികമായിട്ട് ആ ചോദ്യം കേട്ടാൽ ഒരു മകൻ എന്താ വിചാരിക്കുക? കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഉമ്മയെ അറിയിക്കാനുള്ള വളരെ വലിയ സന്തോഷത്തിലാണ് ഷാഫി ഇമാമു ഉമ്മക്ക് മെസ്സേജ് അയക്കുന്നു, കൊണ്ടുവന്നിട്ടുണ്ട്, എൻ്റെ അടുത്ത് പണക്കിഴിയുണ്ട്. ഉടനെ ആ ഉമ്മ തിരിച്ച് മെസ്സേജ് കൊടുത്തയക്കുന്നു, ആ പണക്കഴിയിലുള്ള മുഴുവൻ പണവും മക്കയിലെ പാവങ്ങൾക്ക് വിതരണം ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ കയറിയാൽ മതി. ആ പണക്കിഴിയിലുള്ള മുഴുവൻ പണവും വിതരണം ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ കയറിയാൽ മതി. ഞാൻ നിന്നെ പറഞ്ഞയച്ചതിന് പണമുണ്ടാക്കണം എന്നുള്ളൊരു ആവശ്യമുണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഇത്തരം കാര്യങ്ങൾക്കൊന്നും പറഞ്ഞയക്കേണ്ട ആവശ്യമില്ലല്ലോ, വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ലോകത്ത്, അതുകൊണ്ട് അതെല്ലാം വിതരണം ചെയ്തിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി എന്ന് ഉമ്മ പറഞ്ഞയക്കുകയും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അതൊക്കെ വിതരണം ചെയ്ത് ഉമ്മയെ വന്ന് കാണുകയും ചെയ്യുകയാണ്. ഞാനീ പറഞ്ഞത് എന്തിനാണ്? ഒരു ഉമ്മ മകനെ വളർത്തുന്നതിൻ്റെ രീതി നമുക്ക് മനസ്സിലാകാം. പക്ഷേ ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും